ചേട്ടാ എന്തോന്ന് പരിപാടി ഇത്? ഇതെന്തോന്നാണ് ഇത്? അത് ചേട്ടൻ്റെ പേരെന്തോന്നാണ്? ഗിരീശൻ. ഇവിടെ അടുത്ത് അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ. ശരിക്കും നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് കാണട്ടെ, ആളുകൾ കാണുന്ന ആളുകൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് തിരിച്ചറിയട്ടെ. സുഹൃത്തുക്കളെ, ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനിടയിൽ കാട്ടിനകത്ത് ഓടി നടക്കുമ്പോൾ ഇച്ചിരി ക്ഷീണം തോന്നിയിട്ട് ഞാനൊരു പാറക്കൂട്ടത്തിനരികിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ക്യാമ്പ് ഷെഡും ആ ക്യാമ്പ് ഷെഡിനകത്ത് പ്രത്യേക രീതിയിൽ എന്തോ ഒരു പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ക്യാമ്പ് ഷെഡിനുള്ളിലേക്ക് കയറി ചെന്നു. ചേട്ടാ അങ്ങോട്ട് വരാമോ? ചേട്ടാ എന്തോന്ന് പരിപാടി ഇത്? ഇതെന്തോന്നാണ് ഇത്? അരി പഠിക്കാൻ. ഓ, അരി പഠിക്കാനുള്ള സംഭവം ഉണ്ടാക്കുന്നതാണല്ലേ. അപ്പോൾ ഇത് എന്തോന്നാണ് ഈ സാധനം? ഇത് വള്ളിയാണ്, കാട്ടുവള്ളിയാണ്. ഞാൻ ഇത് കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ കയറിയത്. ഇതെല്ലാം ഒരു കരകൗശല സംഭവങ്ങളല്ലേ, എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ജോലികളല്ലല്ലോ ഇത്. എല്ലാവർക്കും അറിഞ്ഞും കൂടാ അല്ലേ? ഇപ്പം എത്ര പേർക്ക് അറിയാം? വളരെ അപൂർവമായിട്ട് അന്യം നിന്ന് പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ ചേട്ടാ ഉണ്ടാക്കിയിട്ട് ഇത് കൊടുക്കും? അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ചന്തയിൽ പോലുള്ള സ്ഥലത്ത് കൊടുക്കും? അതേ അല്ലാതെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമല്ലേ? ഈ ശരിക്കും ഈ വള്ളി ചൂരൽ വള്ളിയാണോ ഇത്? ചൂരലുള്ളിയാണ്, ചൂരലുള്ളി തന്നെ എടുക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ വള്ളി എടുത്ത് ചെയ്യാം. രണ്ടു മൂന്ന് ഐറ്റത്തിലുള്ള സാധനം ഈറായി ചെയ്യാം. പിന്നെ ഒരുപാട് സൈസ് വള്ളികളൊക്കെ നമുക്ക് കാട്ടി കിട്ടും. അതൊക്കെ ചെയ്യാം. നമുക്ക് ഒത്തിരി ജോലി എളുപ്പം നമുക്ക് ഈ വള്ളി ചെയ്യണം. ഇത് വലിയാണ്. പക്ഷേ ഇത് ഈ ഒരു സംഭവം ഇതെന്തോന്നാണ്? ഈ സാധനം അരി പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടാ എത്ര സമയം എടുക്കും? സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊടുക്കുക 2-3 മണിക്കൂർ മാത്രം മതി. 3 മണിക്കൂർ. അപ്പോൾ ഈ 3 മണിക്കൂർ ചേട്ടാ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ബലം കിട്ടുമോ ചേട്ടന്? അതിനുള്ള പൈസ കിട്ടുമോ? എവിടെ കിട്ടണം? എവിടെ കിട്ടണം? അതാണ് ചോദിച്ചത്. ഇത്രയും ഇങ്ങനെ മെനക്കെട്ട് പിന്നെ നമ്മൾ എന്നും ചെയ്യുമ്പോൾ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സ്പീഡിൽ അങ്ങ് പോവും. അപ്പോൾ ഈ ഒരു വട്ടിക്കൊക്കെ എത്ര രൂപ കിട്ടും ചേട്ടന്? എത്ര? 150. ഓ, അത്രേ കിട്ടുള്ളൂ. 150 രൂപ കിട്ടുള്ളൂ 3 മണിക്കൂർ ജോലി. പിന്നെ സാധനം എടുക്കാൻ പോണം കാട്ടില്. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് പറയണത് കേട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എങ്ങനെ പോയെങ്കിലും 10-500 രൂപ സാധനമാണ് നമ്മൾ കൊണ്ടുവരണത്. അന്നത്തെ ജോലിക്കൂലി നമ്മൾ കൂട്ടണം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഒരു 10 എണ്ണത്തിന് കണക്കാക്കി സാധനം എടുത്തോണ്ട് വരും. പിന്നെ ഇത് പോയിട്ട് പിന്നെ വട്ടി. അപ്പോൾ ഇത് നേരിട്ട് ഈ എടുത്തുകൊണ്ട് വരുന്ന വള്ളി എന്തെങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി? അത് വള്ളി നേരിട്ട് ഈ ഉണക്കേ അങ്ങനെ ഒന്നും ചെയ്യും? വെയിലത്തിട്ട് ഉണക്കി എടുക്കണം നന്നായിട്ട്. അപ്പോഴത്തേക്ക് ഈ പരുവപ്പെട്ട് വരുള്ളൂ അല്ലേ ഇങ്ങനെ നന്നായിട്ട്? നന്നായിട്ട് നല്ല ഉണങ്ങണം. ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇടാമെന്നുള്ള സെറ്റപ്പിലാണ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഈ ഇതിലുണ്ടാക്കിയ അരി വടിക്കുന്ന ആൾക്കാർ പറയുന്ന ഈ സമയം കിട്ടൂല ഇട്ട് കൊടുക്കാൻ. എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതിൽ പിന്നെ ഈ ബാമ്പു വോയിസ് തന്നെ ഈ വട്ടി, മുറം, ഈ ചുരുലാമി, കുട്ട എല്ലാം ചെയ്യുന്നു. ഇതിന്റെ മൊത്തം തൊഴിലും അറിയാൻ എനിക്ക് എല്ലാ പണിയും ഇതിന്റെ ഏകദേശം പണി തീർന്നു. ഇനി പരിഞ്ഞ് എടുത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡി. ഇപ്പൊ പണി തീർന്നു. അതാണ്. അപ്പോൾ ചേട്ടനെ കണ്ടതിൽ സന്തോഷം. ചേട്ടൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിവിടെ ചെയ്യട്ടെ. അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ. ശരിക്കും നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് കാണട്ടെ, ആളുകൾ കാണുന്ന ആളുകൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് തിരിച്ചറിയട്ടെ. അത് ചേട്ടൻ്റെ പേരെന്തോന്നാണ്? ഗിരീശൻ. ഇവിടെ അടുത്ത് താമസിക്കുന്നത്? ബോണക്കാട്. എൻ്റെ സ്വന്തം സ്ഥലം മണലിയാണ്. മണലി, ആനപ്പാറ. അവിടെ ഞാൻ ചെയ്യും, അമ്മ ചെയ്യും, അച്ഛൻ ചെയ്യും, എല്ലാവരും അനിയത്തി ചെയ്യും, എല്ലാവരും നമ്മളെ അവിടെ ഉള്ള എല്ലാവരും ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. ഇപ്പൊ ആരും കാട്ടിപ്പോ ചൂറിൽ അങ്ങനെ എടുക്കൂല. എടുക്കാത്തതെന്ന് വെച്ചാൽ അതിന്റെ ഉള്ള ഇത് ഇല്ല, മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യാത്തത്. മനസ്സിലായി. മാർക്കറ്റ് ഇല്ല, അതായത് ഇപ്പൊ ഇത് ചെയ്യാത്തത്. അല്ലെങ്കിൽ കാട്ടിപ്പോ നമുക്ക് ഇഷ്ടംപോലെ സാധനം എടുത്തുകൊണ്ട് വരാം. ആരും നമുക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് മാർക്കറ്റ് ഇല്ല, മാർക്കറ്റ് കണ്ടെത്താനുള്ള ഇതുമില്ല. ഇപ്പൊ വേറെയൊക്കെ ഉണ്ട് നോക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ എന്തായിരുന്നാലും ഒരു കാര്യം ചെയ്യും, ചേട്ടൻ്റെ നമ്പർ എനിക്ക് തരണം. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടെ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഥവാ ഏതെങ്കിലും ആൾക്കാർക്ക് വേണമെങ്കിലോ
ചിലപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാനൊക്കെ വിളിക്കും കേട്ടോ, ചിലപ്പോൾ ഇങ്ങനെയുള്ള കരകൗശല സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാനൊക്കെ. അങ്ങനെ എന്തായിരുന്നാലും ഞാൻ നമ്പരും കൂടെ ആഡ് ചെയ്തേക്കാം. ശരി ആയിക്കോട്ടെ. ഇപ്പോൾ ചേട്ടാ ചിലപ്പോൾ വരണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ. അതെ 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 ഭാഗ്യമായി പോകില്ല. അതെ, ഞാനിങ്ങനെ ഇതുവഴി പോയപ്പോൾ അവിചാരിതമായി പോയപ്പോൾ കണ്ട് കയറിയതാണ്. കഴിഞ്ഞതിന് 2-3 പേർക്ക് ഞാൻ ചെയ്ത് കൊടുത്തു. കഴിഞ്ഞ ഒരാൾക്ക് 200 രൂപയ്ക്കാണ് കൊടുത്തത് സാധനം. ആ പണി തീർന്നില്ല, അങ്ങനെ ഇവിടെ കുത്തിയിരുന്നു മാറ്റുന്നു. ഈ സാധനം വാങ്ങിച്ചോ? ഈ സാധനം മാറ്റുന്നു. പിന്നെയും ചോദിച്ചു രാത്രി കാലങ്ങൾ എങ്ങനെ ചെയ്യും. ഓക്കെ 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 ചേട്ടാ, അപ്പം ശരി, ശരി, താങ്ക് യു. അപ്പോൾ ബൈ. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ചേട്ടനെ കണ്ടില്ലേ? ശരിക്കും ആ ചേട്ടൻ എന്ത് പൊളിയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കേ, പുള്ളിക്കാരൻ അവിടെ ജോലി ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്. അവർ 2 പേരും വെറുതെ ഇരിക്കുന്നു. ഒരാൾ വെറുതെ കിടക്കുന്നു, ഒരാൾ വെറുതെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കിട്ടിയ അച്ഛൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇദ്ദേഹത്തിൻ്റെ മക്കൾ, ഇവരെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. കാരണം എല്ലാവർക്കും ഇങ്ങനൊരു മനസ്സുണ്ടാവില്ല. എന്ന് വെച്ചാൽ അദ്ദേഹവും ഡ്യൂട്ടിയിലാണ് മറ്റുള്ളവരെ പോലെ തന്നെ. പക്ഷേ കിട്ടുന്ന ആ ഒരു കുറച്ച് സമയം, ആ ഡ്യൂട്ടി സമയത്തെ ഇടവേളകൾ, വെറുതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കുലത്തൊഴിൽ ഭംഗിയായിട്ട് അവിടെ ചെയ്യുകയാണ്. അതിലൂടെ കുറച്ചെങ്കിലും ഒരു 150 രൂപയാണെങ്കിൽ പോലും ഒരു 2-3 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതൊരു കുറച്ച് കാശാണ്, കുഞ്ഞു കാശാണ്. എങ്കിലും ഈ ഒരു കാശ് അദ്ദേഹം ഇങ്ങനെ ആ ജോലി അവിടെ നിന്ന് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു എക്സ്ട്രാ വരുമാനം എന്ന നിലയിലായിരിക്കും അല്ലേ. അത് എല്ലാവർക്കും തോന്നുന്ന ഒരു മനസ്സല്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മ ചെയ്യുന്നുണ്ട്, അച്ഛൻ ചെയ്തിരുന്നു, സഹോദരി ഈ പണി അറിയാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും അവരുടെ ഒരു കുലത്തൊഴിലാണ്. പക്ഷേ ഇപ്പോൾ ആരും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം അതിനുള്ള ഒരു മാർക്കറ്റ് അവർക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ എവിടെ വിൽക്കണം, അല്ലെങ്കിൽ ഇതൊന്നും വാങ്ങാൻ ആളില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ചേട്ടനെ പോലുള്ള ആളുകൾ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അല്ലെ, അദ്ദേഹത്തെ കൊണ്ട് ആവുന്ന രീതിയിൽ ആ കുലത്തൊഴിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു. അതുവഴി അദ്ദേഹം കുറച്ച് കാശ് സമ്പാദിക്കുന്നു. ആ സമ്പാദിക്കുന്ന കാശ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടുകയും ചെയ്യുന്നു അല്ലേ. ഈ ജോലി സമയത്തിൻ്റെ ഭൂരിഭാഗവും വെറുതെ ഇരുന്നിട്ട് അല്പസമയം മാത്രം ജോലി ചെയ്ത് ആ ചെയ്യുന്ന ജോലിക്ക് അമിതമായി കൂലി വാങ്ങുന്ന ഈ കയറ്റിറക്ക് തൊഴിലാളികളൊക്കെ ഇദ്ദേഹത്തെ പോലുള്ളവരെ ഒന്ന് മാതൃകയാക്കിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.